ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിനോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ ഗോവിന്ദ്. ആ സമയത്ത് ഗീതു വിനോദിനോട് പറയുന്നുണ്ട്, പോടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, നിന്നോട് പോകാനല്ലേ പറഞ്ഞേ, വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിനോദ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗോവിന്ദേട്ടൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഗോവിന്ദേട്ടൻ ഗീതുവിനോട് പിന്നെയും ദേഷ്യപ്പെടുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ്, വിനോദിനെ മറന്നേക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പക്ഷെ സ്വന്തം ചോരയുടെ കാര്യം വരുമ്പം എല്ലാവർക്കും അത് തന്നെയാണ് പ്രിയപ്പെട്ടത്, അതെനിക്കിന്ന് മനസ്സിലായി എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ പറയുക, ആ മാധവേട്ടനെ ചതിച്ച ഭദ്രൻ്റെ ചോരയാണ് രണ്ടും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളും ചതിക്കുമെന്ന്, അപ്പം നീ എന്താ പറഞ്ഞേ എന്നുള്ള രീതി കുറ്റപ്പെടുത്തുവാണ്. ആ സമയത്ത് വരുണും ആ ചാൻസ് ഉപയോഗിക്കുവാണ് കേട്ടോ. വരുൺ പറയുവാണ്, അത് നേരായിട്ടാ, ഏട്ടനെ പുറത്താക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാൻ പുറത്താക്കാം ഇവളെ പിടിച്ച് എന്ന് പറയുവാണ്. അപ്പം ഗീതു എല്ലാവരുടെയും മുമ്പിൽ ഇന്ന് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ, എൻ്റെ ഭർത്താവ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഈ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങും, ആരും എന്നെ പിടിച്ച് പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് രാധികാമ്മ പറയാ, നീ എന്തിനാ കണ്ണതിന് നോക്കിയിരിക്കുന്നത്, ഇവളെയും കൂടെ പറഞ്ഞു വിട് അവൻ്റെ കൂടെ എന്ന് പറയുവാണ്. അപ്പോഴും നമ്മുടെ ഗോവിന്ദേട്ടനൊന്നും മിണ്ടാതെ തന്നെ നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് അപ്പോൾ രാധികാമ്മ ഗീതുവിനോട് പറയുന്നുണ്ട്, നിൻ്റെ അനിയൻ പോയിട്ടുണ്ട്, അവൻ്റെ പുറകെ തന്നെ പോകാൻ നോക്ക്, എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുമോ. അപ്പോഴും ഗീതു പറയുമോ, ഗോവിന്ദേട്ടൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും പിടിച്ചിറക്കി വിടണ്ട, ഞാനായിട്ട് തന്നെ പൊയ്ക്കോളാം എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. അപ്പോഴും ഗോവിന്ദൊന്നും പറയാത്തതുകൊണ്ട് രാധികാമ്മയ്ക്കും വരുണ്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഗോവിന്ദ് ഇത്രയും മാത്രം പറയുന്നുണ്ട്, ഇതിനുള്ള മറുപടി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ എപ്പോഴും എനിക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ മണിക്കൂറിലും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോഴത്തേക്കും അയ്യപ്പണ്ണനും രേഖയ്ക്കൊക്കെ സന്തോഷമാവുകയാണ്. ഗീതു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നു കേട്ടോ. കരഞ്ഞുകൊണ്ട് തന്നെ നിന്ന് രാധികാമ്മേനെ വരുണിനെ നോക്കുന്നുണ്ട്. കാരണം ഗോവിന്ദിന് സപ്പോർട്ട് കിട്ടിയല്ലോ, പോവാൻ ഗോവിന്ദ് പറഞ്ഞിട്ടുമില്ല, അവർക്ക് അടി കിട്ടിയ പോലെ അവരിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ഇത് എല്ലാവരെയും നോക്കിയിട്ട് പറയുവാണ്, ഓരോ മണിക്കൂറും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ മണിക്കൂറും പിന്നെയും പറയേണ്ടതാണെങ്കിൽ, പക്ഷെ അത് പറച്ചിൽ മാത്രം പോരല്ലോ, പ്രവൃത്തിയിലും വേണ്ടേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അയ്യപ്പണ്ണനും രേഖ ഓർക്കുവാണ് ഗീതു ഗോവിന്ദനോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഗീതുവിൻ്റെ പുറകെ ഓടിപ്പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് അയ്യപ്പണ്ണൻ നമ്മുടെ രാധികാമ്മേനെ ഒന്നും കൂടെ ദേഷ്യപ്പെട്ട് കലിപ്പിൽ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്കും രാധികാമ്മ പോയെങ്കിൽ പോട്ടെ, സമാധാനം ഉണ്ടെന്നുള്ള രീതിയിൽ നിൽക്കുവാണ് കേട്ടോ വരണം. അങ്ങനെ ഗീതു പുറത്തെത്തുമ്പോഴത്തേക്കും രേഖ പറയാണ്, നീ എന്തിനാ പോകുന്നേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗീതു ആദ്യം കരഞ്ഞുകൊണ്ട് പറയുക, ഗോവിന്ദേട്ടൻ എന്താ മനസ്സിലാവാതെ, അവനൊരു കയ്യബദ്ധം പറ്റിയതാ, അല്ലാതെ അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ പ്രിയെ കാണാൻ അനുവദിച്ച്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, പ്രിയ അത്രയും ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഗോവിന്ദേട്ടൻ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറയുമ്പോഴത്തേക്കും ഗീതു ചോദിക്കുകയാണ്, അപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമില്ലെന്നാണോ, നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവാത്ത, ഞാൻ പ്രിയെ സ്നേഹിക്കുന്നില്ലെന്നാണോ നിങ്ങളൊക്കെ ഓർക്കുന്നത് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് വരുന്ന അയ്യപ്പേട്ടൻ പറയുകയാണ്, നിനക്ക് വേണ്ട മറുപടി ഗോവിന്ദ് ഓൾറെഡി എല്ലാവരെയും മുമ്പിൽ വെച്ച് തന്നില്ലേ മോളെ, നിന്നെ അവൻ സപ്പോർട്ട് ചെയ്തില്ലേ, പിന്നെ എന്താ അതിൻ്റെ വാശിക്ക് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോരുതെന്നുള്ള രീതിയിൽ രണ്ടുപേരും സംസാരിക്കുമ്പം ഗീതു പറയാം, നിങ്ങൾ ഓർക്കുന്ന പോലെ ഞാൻ കണ്ണേട്ടനോടുള്ള വാശിക്ക് എവിടെയും പോവില്ല, എനിക്ക് ക്ഷേത്രം വരെ ഒന്ന് പോകണം, നല്ലപോലെ ഒന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് കണ്ണേട്ടൻ എപ്പോഴും പറയാറുണ്ട്, അപ്പോൾ ഞാനത് ചെയ്യണ്ടേ, ഞാൻ അതിന് വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ കണ്ണേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ കണ്ണേട്ടനെ വിട്ട് ഒരു കാലത്തും പോവില്ല, ചെറിയ ദേഷ്യമോ പിണക്കോ വന്ന് ചിലപ്പോൾ മാറി നിന്നാൽ പോലും എനിക്ക് കണ്ണേട്ടനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല, ആ മനുഷ്യനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന അയ്യപ്പേട്ടനൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. അവർ പറയുവാണ്, അത് തന്നെ മോളെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ആശ്വസിപ്പിക്കുവാണ്. എന്നിട്ട് രേഖ പറയുന്നുണ്ട്, നിൻ്റെ കൂടെ ക്ഷേത്രത്തിലോട്ട് ഞാനും വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അയ്യപ്പേട്ടൻ തിരിച്ച് ഹോസ്പിറ്റലിലോട്ടും പോവുകയാണ്. അങ്ങനെ അവർ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ചിട്ട് പ്രിയയ്ക്ക് വേണ്ടിയിട്ട് അർച്ചനയൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തിരുമേനി പറയുന്നുണ്ട്, ദീപാരാധനയാണ്, അത് കഴിയുമ്പോൾ തന്നെ പ്രസാദം നന്നേക്കാം എന്ന് പറയുവാണ്. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഗീതു പറയുവാണ്, രേഖേച്ചി എനിക്ക് പ്രിയയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ നടത്തുവാണ് കേട്ടോ. അപ്പോൾ രേഖയും കൂടെ തന്നെ പോകുന്നുണ്ട്. രണ്ടുപേരും വളരെ കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുവാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ പ്രിയയുടെ സർജറി നടക്കുവാണ്. കുഞ്ഞിൻ്റെ സിസേറിയനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉള്ള പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ പറയുവാണ്, കുഞ്ഞിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കിയേരെ, എന്നിട്ട് വാഷ് ചെയ്തേക്ക് കുഞ്ഞിനെ, ചിലപ്പോൾ NICUയിലോട്ട് മാറ്റേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ മെയിൻ ഡോക്ടർ പറയുവാണ് കേട്ടോ.
അത് കഴിയുമ്പോഴത്തേക്കും സർജറി ഒക്കെ കഴിഞ്ഞ് ഒരു ആൺകുഞ്ഞാണ് ജനിച്ചത്. അത് പറയാൻ വേണ്ടിയിട്ട് ഗോവിന്ദിൻ്റെ അടുത്തോട്ട് ഡോക്ടേഴ്സ് ചെല്ലുവാണ്. അതേ സമയത്ത് രാധികാമ്മ വരുണിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാര്യ എന്തേ, അവളുടെ കൂടെ ഇറങ്ങിപ്പോയോ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഓ രക്ഷപ്പെട്ടു, പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും രാധികാമ്മ പറയാം, ഈ സമയത്ത് അതൊന്നും അല്ല പറയേണ്ടത്, പ്രിയയ്ക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. ആ വിനോദിൻ്റെ കുഞ്ഞ് ചത്താലും പ്രിയയ്ക്കൊരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ വരുൺ ആദ്യം അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ലെങ്കിലും അമ്മയുടെ മുമ്പിലൊന്നും വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് വരുൺ തലയാട്ടുവാണ് കേട്ടോ. എന്നിട്ട് അവിടെ പോയി നിൽക്കുവാണ്. ആ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വരുവാണ്. ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, സിസേറിയൻ സക്സസ് ആയിരുന്നു, പേടിക്കാനൊന്നുമില്ല, ഒരു ആൺകുട്ടിയാണ് ഉണ്ടായേക്കുന്നത്, പക്ഷേ കുറച്ച് ദിവസം NICUവിൽ കിടത്തണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറയാണ്, അതിനെന്താ, കാണിക്കാമല്ലോ, കുഞ്ഞിനെ വാഷ് ചെയ്യാൻ കൊടുത്തേക്കുവാണ്, വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ തന്നെ കാണിക്കാം എന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന ഗോവിന്ദ് കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഡോക്ടർ തിരിച്ചകത്തോട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാധികാമ്മ ചോദിക്കുക, ഓ ആ വിനോദിൻ്റെ കുഞ്ഞിനെ എന്തിനാ കാണാൻ നിൽക്കുന്നേ കണ്ണാ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ്. അത് കേൾക്കുമ്പം ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആകെ ഇങ്ങനെ നിശ്ചലമായിട്ടൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പക്ഷേ ഇതെല്ലാം കേട്ട് അയ്യപ്പേട്ടന് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. അയ്യപ്പേട്ടൻ ചോദിക്കുവാണ്, ആ വിനോദിൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് രാധികാമ്മയുടെ ആരായിട്ട് വരും എന്നിങ്ങനെ ചോദിക്കുവാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മയ്ക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോവാണ്. അത് രാധികാമ്മയുടെ ആരും അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അത് രാധികാമ്മയുടെ ആരും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദന് മുമ്പ് വെച്ചപ്പോൾ മറുപടിയും പറയാൻ പറ്റാണ്ട് ഇങ്ങനെ ആകെ നാണം കെട്ട് നിൽക്കുവാണ് നമ്മുടെ രാധികാമ്മ. അപ്പോൾ രാധികാമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുവാണ്. വരുണും ഇങ്ങനെ കൂടെ ചമ്മി നിൽക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അയ്യപ്പേട്ടൻ പറയുകയാണ്, ഈ ലോകത്തൊന്നും അറിയാതെ ജനിച്ച മാലാക കുഞ്ഞാത്, ചുമ്മാ ഇനി അതിൻ്റെ തലയിലോട്ട് ഓരോന്ന് വെക്കണ്ട എന്ന് പറയുവാണ്. അതിന് ഡോക്ടർ അങ്ങ് ഇറങ്ങുമ്പോഴത്തേക്കും രാധികാമ്മ മാത്രം കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നില്ല കേട്ടോ. നമ്മുടെ അയ്യപ്പേട്ടനും ഗോവിന്ദൊക്കെ കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നേരെ മറിച്ച് രാധികാമ്മ മാത്രം പ്രിയയുടെ കാര്യമാണ് ചോദിക്കുന്നത്. പ്രിയയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ സർജറി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുവാണ്. രാധികാമ്മയുടെ കണ്ണൊക്കെ നനയുന്നുണ്ട് കേട്ടോ. ഗോവിന്ദും പ്രിയയുടെ കാര്യം കേൾക്കുമ്പോൾ വിഷമിക്കുന്നൊക്കെ രാധികാമ്മ ശ്രദ്ധിക്കുന്നുമുണ്ട്. അത് കഴിയുമ്പോൾ നേഴ്സ് ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും അയ്യപ്പേട്ടൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാണ്ട് ഇങ്ങനെ രാധികാമ്മ നിൽക്കുവാണ്. കുഞ്ഞിനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും വെളിയിൽ നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് 2 നേഴ്സുമാർ കുഞ്ഞിനെയും കൊണ്ട് വരുവാണ്. ഒരു കുഞ്ഞ് റോസ് റാപ്പിൽ പൊതിഞ്ഞ ഒരു ചെറുക്കും കൊച്ചിനെയും കൊണ്ട് വരുവാണ് കേട്ടോ. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഗോവിന്ദ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.